അങ്ങനെ നമ്മൾ കാടമുട്ട ഇതാ നന്നായിട്ട് വൃത്തിയാക്കി ഒക്കെ പുഴുങ്ങി നന്നായിട്ട് നീറ്റായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി ഇത് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ട് നമ്മുടെ ഈ കാടമുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അത്യാവശ്യം കുറഞ്ഞൊരു വേവാക്കി എടുക്കുക. ഓവർ വെന്ത് പോകണ്ട. ഓവർ വെന്താൽ കുറച്ച് ഹാർഡായി പോകും കാടമുട്ട. അതുകൊണ്ട് നമ്മളൊന്ന് എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ചെയ്തിട്ട് ഇത്ര പണിയുള്ളൂ. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മക്കൾസിന് ഇത് കൊടുത്ത് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പാറുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഋഷിക്കുട്ടന് അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയായിട്ടുണ്ട്. അപ്പോൾ ഋഷിക്കുട്ടൻ പറയുന്നുണ്ട് നാളെ ഇതുപോലെ ഉണ്ടാക്കി തരണേന്ന്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, താങ്ക് യു.